ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ എറണാകുളം സ്റ്റൈലിലുള്ള ഒരു ബീഫ് വിന്താലുവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഫ് വിന്താലു ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വിനാഗിരിയിൽ സോക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങ മരത്തിൻ്റെ തൊലിയാണ്. ഇതേപോലെ ഒരു ചെറിയ കഷ്ണം കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ കഷ്ണത്തിൻ്റെ പുറമേയുള്ള സ്കിന്നൊന്ന് ചെറുതായിട്ട് ചുരണ്ടി മാറ്റിയിട്ട് വൃത്തിയാക്കിയെടുക്കുക. നന്നായിട്ട് കഴുകി ഒരു ചില്ല് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കടുകിൻ്റെ പരിപ്പാണ്. നമുക്ക് കടകളിൽ പാക്കറ്റിൽ കടുക് പരിപ്പ് മേടിക്കാൻ കിട്ടും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതേപോലത്തെ ഉണക്കമുളകിൻ്റെ കുരു മാത്രം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ചധികം ഉണക്കമുളക് എടുത്തിട്ട് അത് പൊട്ടിച്ചിട്ട് അതിൽ നിന്നും എടുത്തിട്ടുള്ള കുരുവാണിത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ട, 1 ഏലക്ക, 5 കറിയാമ്പൂ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് 24 മണിക്കൂർ നേരം ഇതൊന്ന് കുതിർത്തി വെക്കണം. 24 മണിക്കൂർ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് ചെറുതായിട്ടൊന്ന് ഫെർമെൻ്റായിട്ട് നല്ലൊരു സ്ട്രോങ് അരോമ, അതായത് ഒരു സ്മെല്ല് വന്നിട്ടുണ്ടാവും. എന്നിട്ടിത് നല്ല ഫൈനായിട്ട് മിക്സിയിലൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാൻ ആവശ്യമായ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് വിന്താലുവിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ ഇതേപോലെ കനം കുറഞ്ഞ് നല്ല വീതിയുള്ള കഷ്ണങ്ങളായിരിക്കണം. സാധാരണ ഇറച്ചിക്കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാവരുത്. കാരണം നമ്മൾ വിരുന്ന് സൽക്കാരങ്ങളിലൊക്കെ ബീഫ് വിന്താലു വിളമ്പുമ്പോൾ 1-2 പീസൊക്കെയാണ് ആകെ വിളമ്പുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പീസായിരിക്കണം. ഇനി ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ബീഫ് ഇവിടെ ഒരു 1/4 ഭാഗത്തോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്കിനി മസാലയിലിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ വിന്താലു മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ കറിക്കൊരു പച്ചക്കുത്തുണ്ടാവും. അങ്ങനെ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിയ ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ബീഫ് ഇവിടെ കുക്കറിൽ 1/4 ഭാഗത്തോളം മാത്രമേ വേവിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഈ മസാലയിൽ കിടന്ന് ചെറുതീയിൽ ബീഫ് മുഴുവനായിട്ടൊന്ന് വെന്ത് വരണം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ ഇറച്ചിയിലേക്ക് ഉപ്പും പുളിയും മസാലയൊക്കെ പിടിച്ച് വരികയുള്ളൂ. മിനിമം ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ എറണാകുളം സ്റ്റൈലിലുള്ള ബീഫ് വിന്താലു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ കറി തയ്യാറാക്കി 1-2 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ രുചി കൂടിക്കൂടി വരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.